വയനാടൻ ചുരത്തിലെ കോടമഞ്ഞിന് പണ്ടുമുതലേ രക്തത്തിന്റെ മണമുണ്ടെന്ന് ഡ്രൈവർമാർ പറയാറുണ്ട്. താമരശ്ശേരി ചുരത്തിലെ 8ാം വളവ് പിന്നിടുമ്പോൾ ലോറി ഡ്രൈവർ രാഘവൻ തന്റെ പഴയ ലെയ്ലൻഡ് ലോറിയുടെ വേഗത കുറച്ചു. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. മഞ്ഞ് കാരണം കൺമുന്നിലെ റോഡ് പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. പെട്ടെന്നാണ് ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ ആ കാഴ്ച കണ്ടത്. റോഡരികിൽ ഒരു രൂപം, വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. ഒറ്റപ്പെട്ട ആ കാട്ടുപാതയിൽ ഈ തണുപ്പത്ത് അവൾ കൈ കാണിക്കുന്നു. രാഘവൻ ആദ്യം ഒന്നും മടിച്ചു. പഴയ പേടിപ്പെടുത്തുന്ന കഥകൾ മനസ്സിൽ ഓടിയെത്തി. എങ്കിലും ഈ കൊടും തണുപ്പിൽ അവളെ അവിടെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അവൻ വണ്ടി നിർത്തി. അവൾ ഒന്നും മിണ്ടാതെ ക്യാബിനിലേക്ക് കയറിയിരുന്നു. അവളിൽ നിന്ന് പാലപ്പൂവിന്റെ മണമല്ല, മറിച്ച് ഈറൻ മണ്ണിന്റെയും കരിഞ്ഞ മരങ്ങളുടെയും ഗന്ധമാണ് വന്നത്. എങ്ങോട്ടാ മോളെ? രാഘവൻ ചോദിച്ചു. കുറച്ചപ്പുറം, ആ പഴയ തടിമില്ലിനടുത്ത്, അവൾ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. യാത്രക്കിടയിൽ രാഘവൻ അവളെ ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകളിൽ സങ്കടമല്ല, മറിച്ച് എരിയുന്ന പകയായിരുന്നു. സംസാരത്തിനിടയിൽ അവൾ തന്റെ കഥ പറഞ്ഞു തുടങ്ങി. അവൾ ആ നാട്ടിലെ വനം സംരക്ഷണ സമിതിയിലെ അംഗമായിരുന്നു, മീര. മാസങ്ങൾക്ക് മുൻപ് കാട്ടിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈറ്റമരങ്ങൾ മുറിച്ചുകടത്താൻ ശ്രമിച്ച തടിമാഫിയയെ അവൾ തടയാൻ ശ്രമിച്ചു. പക്ഷേ അധികാരവും പണവുമുള്ള അവർ അവളെ ഇല്ലായ്മ ചെയ്തു. മൃതദേഹം ആ പഴയ മില്ലിനു പിന്നിലെ ചതുപ്പിൽ താഴ്ത്തി. രാഘവന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. വണ്ടി മില്ലിനടുത്തെത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഇവിടെ നിർത്തൂ. വണ്ടി നിർത്തിയതും അവൾ പുറത്തിറങ്ങി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ക്യാബിന്റെ വാതിൽ തുറന്നില്ല. അവൾ ഒരു പുക പോലെ പുറത്തേക്ക് അലിഞ്ഞു ചേർന്നു. ഭയന്ന് വിറച്ച രാഘവൻ വണ്ടി തിരിക്കാൻ നോക്കുമ്പോൾ മില്ലിനകത്ത് നിന്ന് നിലവിളികൾ കേട്ടു. ഓടിപ്പോകാൻ ശ്രമിച്ച രാഘവൻ അറിയാതെയുള്ള കൗതുകം കൊണ്ട് മില്ലിന്റെ ജനാലയിലൂടെ ഉള്ളിലേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. നാട്ടിലെ പ്രമുഖനായ തടിവ്യാപാരിയും അയാളുടെ ഗുണ്ടകളും ഭയന്ന് നിലവിളിക്കുന്നു. അവർക്ക് മുന്നിൽ മീര നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പഴയ സുന്ദരിയല്ല. മഞ്ഞിൽ പൊതിഞ്ഞ കണ്ണുകളിൽ അഗ്നിയുള്ള ഒരു വനദേവതയെ പോലെ അവൾ തോന്നി. അന്ന് രാത്രി ആ മില്ലിന് തീപിടിച്ചു. വിചിത്രമെന്ന് പറയട്ടെ, മില്ലിലെ തടികൾ മാത്രം കത്തിയമർന്നു. തൊട്ടടുത്തുള്ള വനത്തിലെ ഒരു പുൽക്കൊടിക്ക് പോലും ഒന്നും പറ്റിയില്ല. പിറ്റേന്ന് വാർത്തകളിൽ വന്നത് ഷോർട്ട് സർക്യൂട്ട് എന്നായിരുന്നു. പക്ഷേ രാഘവന് അറിയാമായിരുന്നു അത് വനത്തിന്റെ നീതിയായിരുന്നു എന്ന്. ഇന്നും മഞ്ഞുള്ള രാത്രികളിൽ വയനാടൻ ചുരം കയറുന്നവർ പറയാറുണ്ട്, വഴിതെറ്റി വരുന്ന തടിലോറികൾക്ക് മുന്നിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന്. അവൾ കാടിന്റെ കാവൽക്കാരിയാണ്, നീതി നടപ്പാക്കുന്ന യക്ഷി.